ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ തുടങ്ങിയപ്പോൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ PA ആയാലും ക്ലർക്ക് ആയാലും അതിന് ഏത് എക്സാം ആയാലും, അതായത് പ്രിലിമിനറി എക്സാം ആയാലും മെയിൻ എക്സാം ആയാലും നമ്മുടെ ലാസ്റ്റ് പ്രയോറിറ്റിയെ കൊടുക്കാവൂ എന്തിന്? വേർഡ് പ്രോബ്ലത്തിന്. വേർഡ് പ്രോബ്ലം ഒക്കെ സിമ്പിൾ ആണ്, സമ്മതിച്ചു. പക്ഷെ എങ്കിലും നിങ്ങൾ ബാക്കി എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് പ്രയോറിറ്റി എന്തിനു കൊടുക്കാവൂ? വേർഡ് പ്രോബ്ലത്തിന് കൊടുക്കാവൂ. ഇതിനകത്ത് ഈ വേർഡ് പ്രോബ്ലത്തിന് ഇമ്പോർട്ടൻസ് വെച്ചാൽ നമുക്ക് PO ലെവലിൽ വേർഡ് പ്രോബ്ലത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. കാരണം PO ലെവൽ ക്വസ്റ്റിനകത്ത് വേർഡ് പ്രോബ്ലം നമുക്ക് വളരെ അധികം ചെയ്യാനുള്ള ഒരു ഇതൊന്നും സമയമൊന്നും കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ ക്ലർക്ക് ലെവലിന് ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേർഡ് പ്രോബ്ലം കൂടി പ്രിലിമിനറി ലെവലിൽ ചെയ്യണം. കാരണം എന്താ, ഈ പറയുന്ന 40 ക്വസ്റ്റിന് ഒരു 30 എബോ ആണ് നമ്മുടെ ആവറേജ് എന്താ പറയാ ചെയ്യുന്ന ഒരു ലിമിറ്റ് എങ്കിൽ ഒരു 30-35 ആയിരിക്കും മിക്കവാറും ആവറേജ് വരിക. അപ്പൊ 30-35 വെച്ചാൽ മിക്കവാറും നമ്മൾ എന്ത് ചെയ്യണം? ഒരു പകുതി മുക്കാൽ ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ ബാക്കിയെല്ലാം ചെയ്ത് കഴിഞ്ഞാലും ഒരു വേർഡ് പ്രോബ്ലത്തിന് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു 5-6 ക്വസ്റ്റ്യനും കൂടി ചെയ്തെങ്കിലേ നമുക്കൊരു 30-35 റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു റേഞ്ച് നോക്കുമ്പോൾ നമുക്ക് എന്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്? ഈ വേർഡ് പ്രോബ്ലത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യുന്ന എപ്പോഴായിരിക്കണം? ഈ 20 മിനിറ്റിനകത്ത് ബാക്കിയുള്ള ഒരു 15 മിനിറ്റ് കൊണ്ട് ബാക്കിയുള്ള 30 ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം മാത്രമേ ലാസ്റ്റ് എന്ത് ചെയ്യാവൂ? ഈ പറഞ്ഞ വേർഡ് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാവൂ. നമുക്ക് ഫസ്റ്റ് വേർഡ് പ്രോബ്ലത്തിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഒരു ക്വസ്റ്റ്യൻ? എന്താ നോക്കാം. എ ട്രെയിൻ പാസസ് എ പോൾ ഇൻ 8 സെക്കൻഡ്സ്. ഒരു ട്രെയിൻ, ഏതൊരു ട്രെയിൻ ഒരു പോള് 8 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യുന്നു. അതിന് T1 എത്രയാ? 8 സെക്കൻഡ്. നിങ്ങൾക്കത് അറിയാമെങ്കിലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ഫസ്റ്റ് പോളിലെ 8 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യുന്നു. ഇനി വീണ്ടും എന്താ പറയുന്നത്? ആൻഡ് അനദർ ട്രെയിൻ ഓഫ് സെയിം ലെങ്ത്, ആ ട്രെയിനിന്റെ ലെങ്ത് സെയിം ആണ്, പാസസ് എ പോൾ ഇൻ 12 സെക്കൻഡ്സ്. അതിന്റെ ഒരു പോളിനെ ചെയ്യുന്ന എത്രയായിരുന്നു? 12 സെക്കൻഡ് ആയിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രണ്ടും സെയിം ലെങ്ത് ഉള്ള ട്രെയിൻ ആണ്. പക്ഷെ അത് സെയിം ഒരു ഒരു പർട്ടിക്കുലർ സാധനത്തിന്റെ പോളിനെ കവർ ചെയ്യുന്നത് ഒന്ന് 8 സെക്കൻഡിലും ഒന്ന് 12 സെക്കൻഡിലും ആണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അവരുടെ സ്പീഡ് എന്താണ്? വ്യത്യാസമാണ്. ആ സ്പീഡിന്റെ വ്യത്യാസം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കവർ ചെയ്യാൻ എടുക്കുന്ന ടൈമിൽ ഈ വ്യത്യാസം വന്നത്. അത് ചെയ്യാനുള്ള വേറെ മെത്തേഡ് ഉണ്ട്. എങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, അത് വേണ്ട. നമുക്ക് ഇതിന്റെ റേഷ്യോ സ്പീഡൊക്കെ നമുക്ക് അവിടെ തന്നെ കിട്ടും. അത് വേണ്ട, നമുക്ക് അല്ലാതെ നോക്കാം. ഇഫ് ദോസ് ആർ ട്രാവലിംഗ് ഇൻ ആൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നെങ്കിൽ, ഒന്ന് നമ്മുടേക്ക് പോകുന്നു, ഒന്ന് നിങ്ങളുടേക്ക് വന്നു, ക്രോസ് ചെയ്യുന്നു, അവർ രണ്ടുപേരും ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ വാട്ട് വാസ് ദ ടൈം ടേക്കൺ ടു ക്രോസ് ദ 2 ട്രെയിൻസ്? അങ്ങനെയാണെങ്കിൽ ഈ 2 ട്രെയിൻ, ഇത് ഫസ്റ്റ് ട്രെയിൻ ആണ്, ഇത് സെക്കൻഡ് ട്രെയിൻ ആണെങ്കിൽ ഈ 2 ട്രെയിനും കൂടി ക്രോസ് ഫുള്ളായിട്ട് തുടക്കം മുതൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് കംപ്ലീറ്റ് ക്രോസ് ചെയ്ത് കഴിയാൻ വേണ്ടി എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. ഇത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി എളുപ്പമായി ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്തായിരുന്നു? 2T1 T2 ഡിവൈഡ് ബൈ T1 പ്ലസ് T2 ആയിരിക്കും. എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ അത് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് 2T1 T2 ഡിവൈഡ് ബൈ T1 പ്ലസ് T2. ഇവിടെ ഇതിന്റെ ആൻസർ എത്ര നോക്കാം? സമയം കാണേണ്ടതിന് ആൻസർ എത്ര നോക്കാം? ടൈം 2T1 T2 ഡിവൈഡ് ബൈ T1 പ്ലസ് T2. T1 എത്രയാ? 8, T2 എത്രയാ? 12 ഡിവൈഡ് ബൈ T1 പ്ലസ് T2. 8 പ്ലസ് 12 20. അപ്പം സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8 4 കൊണ്ട് 2 ടൈംസ് 20 5 ടൈംസ് 12 into 4 എത്ര? 12 into 4 48/5 സെക്കൻഡ് കിട്ടും. നമ്മുടെ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ അതിന് ഫ്രാക്ഷൻ ആക്കണം. 48/5 എത്ര? 9 5 45, പിന്നെ 3 5 9 3/5 സെക്കൻഡ് കിട്ടും. അങ്ങനത്തെ ഓപ്ഷൻ കൊണ്ട് നോക്കി 9 3/5 സെക്കൻഡ്സ് ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന്റെ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഇങ്ങനത്തെ ഇക്വേഷനൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് അത്ര എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ വായിച്ചു വെക്കുകയും വേണ്ട, ക്വസ്റ്റ്യന്റെ ഒരു പാറ്റേൺ മനസ്സിലായാൽ തന്നെ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണെന്ന് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എ മാൻ കവറഡ് certain distance in 20 hours. A man covers certain distance in 20 hours. If he had increased his speed by 10 km/h, then it would have taken 12 hours to travel it. Then find the distance of JD. Okay. ഇവിടെ എന്തായി ക്വസ്റ്റ്യൻ പറഞ്ഞാൽ നോക്കേ, ഇതും ഒരു ടൈം ആൻഡ് ഡിസ്റ്റൻസ് ക്വസ്റ്റ്യൻ ആണ്. എ മാൻ കവേഴ്സ് certain distance in 20 hours. നമുക്ക് T1 വന്നിട്ടുണ്ട് 20 hours. If had he increased his speed by 10 km/h, അയാളുടെ സ്പീഡ് ഒരു 10 km/h ഇൻക്രീസ് ചെയ്താൽ, ഒരു 10 km/h ഇൻക്രീസ് ചെയ്താൽ അയാളുടെ ടൈമിനോട് എന്താകും? T2 എന്ന് പറയാൻ എന്താവും? 12 hour ആയി മാറും. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് സാധാരണ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് സ്പീഡ് ഡിവൈഡ് ബൈ ഡിഫറൻസ് ഇൻ സ്പീഡ് ഇൻറ്റു ഡിഫറൻസ് ഇൻ ടൈം എന്നൊരു ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അവിടെ പ്രൊഡക്റ്റ് സ്പീഡ് ഒന്നും ഇല്ല, ഒരു സ്പീഡേ ഉള്ളൂ, പിന്നെ ടൈമിന്റെയാണ് തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ നമുക്കറിയാത്തൊരു കാര്യമുണ്ട്, ഈ സെയിം കാര്യം നമുക്ക് തിരിച്ചെടുക്കാം. തിരിച്ചെങ്ങനെ ചെയ്യാം? പ്രൊഡക്റ്റ് ഓഫ് ടൈം ഡിവൈഡ് ബൈ ഡിഫറൻസ് ഇൻ ടൈം ഇൻറ്റു ഡിഫറൻസ് ഇൻ സ്പീഡ് ചെയ്താലും നമുക്ക് ഈ ആൻസർ കിട്ടും. എന്തിന് ആൻസർ? ഡിസ്റ്റൻസ് കിട്ടും. അപ്പൊ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന്റെ നമുക്ക് 2 ടൈം തന്നിട്ടുണ്ട്, ഒരു ഡിഫറൻസ് ഇൻ സ്പീഡ് തന്നിട്ടുണ്ടെങ്കിൽ
ഈ ഇക്വേഷൻ തിരിച്ച് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് കിട്ടും. അപ്പൊ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഡിസ്റ്റൻസ് ഈക്വൽ എന്തായിരിക്കും? പ്രൊഡക്റ്റ് ഓഫ് ടൈം. നമുക്ക് ടൈം ഉണ്ട് 20 40. Product of time divided by difference in time 20 80 അല്ലേ 8 into difference in speed. നമുക്കറിയാം സ്പീഡിൽ എത്ര ഇൻക്രീസ് ചെയ്തു? 10 ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഉറപ്പായിട്ട് ഇൻക്രീസ് ചെയ്താണല്ലോ ഡിഫറൻസ് into 10. സോ ഇത് ആൻസർ ആയി. എത്ര ആയിട്ട് നോക്കി? 8 380 30 into 10 എത്ര കിട്ടി? 300 ആയിരിക്കും. 300 കിലോമീറ്റർ ആയിരിക്കും എന്ത് അതിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ്. നമുക്ക് ജസ്റ്റ് ഈ ഇക്വേഷൻസ് ഒക്കെ കുറച്ച് അപ്ലൈ ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോർട്ട് കട്ട് ഇക്വേഷൻസ് ഒക്കെ പഠിക്കുന്നത്. നമ്മളെപ്പോഴും ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ നിൽക്കരുത്. അപ്പൊ ഏതൊക്കെ വന്നാൽ എങ്ങനെയൊക്കെ ഇക്വേഷൻ വരുന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരുന്നാൽ അത്ര ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ആൻസർ 300 കിലോമീറ്റർ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഏത് ഇക്വേഷൻ? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ടൈം ഡിവൈഡ് ബൈ ഡിഫറൻസ് ഇൻ ടൈം ഇൻറ്റു ഡിഫറൻസ് ഇൻ സ്പീഡ്. നമുക്ക് വേറെ ഇക്വേഷൻ അറിയാം. ഇത് തിരിച്ചാൻ തന്നെ എനിക്ക് ആൾറെഡി ഞാൻ 20 കിലോമീറ്റർ പെർ അവറിൽ പോയി. ഇനി വീണ്ടും ഞാൻ 12 കിലോമീറ്റർ പെർ അവറിലാണ് പോയതെങ്കിൽ എന്റെ ടൈം ഒരു 10 മിനിറ്റ് കൂടി പോയി അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ അവിടെ നമ്മൾ എന്തെടുക്കണം? പ്രൊഡക്റ്റ് സ്പീഡ് ഡിഫറൻസ് ഡിവൈഡ് ബൈ ഡിഫറൻസ് ഇൻ സ്പീഡ് ഇൻറ്റു ഡിഫറൻസ് ഇൻ ടൈം. ഈ രണ്ട് രീതി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് കിട്ടും. അപ്പൊ അത് രണ്ടും നോക്കി വെച്ചേക്കാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ദ റേഷ്യോ ഓഫ് ഏജസ് ഓഫ് എ ആൻഡ് ബി ഈസ് 7:4. ആഫ്റ്റർ 5 years ദ റേഷ്യോ വുഡ് ബി 11:7. ദെൻ ഫൈൻഡ് ദ പ്രസന്റ് ഏജ് ഓഫ് എ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് എല്ലാവർക്കും അറിയാം ഏജസിന്റെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. അതായത് എന്താ? പ്രസന്റ് ഏജിന്റെ റേഷ്യോ എന്നുണ്ട് 7:4. പിന്നെ ഒരു 5 വർഷത്തിന് ശേഷം അവരുടെ റേഷ്യോ എന്നുണ്ട് 11:7. ഇതൊക്കെ നമ്മൾ ചെയ്യണത് നമുക്ക് ഇക്വേഷൻ എന്താണെന്ന് അറിയാം. എന്തായിരുന്നു? സി മൈനസ് ഡി ഡിവൈഡ് ബൈ എ ഡി മൈനസ് ബി സി ഇൻറ്റു എക്സ് ഇൻറ്റു എ ഒക്കെ ചെയ്താൽ വാല്യൂ ഓഫ് എ കിട്ടും എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ അതിന് ചെയ്യാനുണ്ടോ? അതല്ലെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ ഇതേ കണക്കത്തെ മെത്തേഡിന്റെ കുറെ പോകേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ നോക്കി തന്നെ ആൻസർ വേണം. നമുക്കിവിടെ എന്താ? എയുടെയും ബിയുടെ റേഷ്യോ 7:4 ആണെന്നറിയാം. എയുടെ റേഷ്യോ 7, ബിയുടെ റേഷ്യോ 4 ആണെന്നറിയാം. നിങ്ങൾ എടുത്തെഴുതുക പോലും ചെയ്യരുത്. ക്വസ്റ്റ്യൻ നോക്കി ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കും. എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് നോക്കാം. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ടത് എയുടെ പെർസെന്റേജ് ആണ് വേണ്ടത്. എന്ന് വെച്ചാൽ എയുടെ റേഷ്യോ ഇവിടെ 4 അല്ലേ? അല്ല 7 അല്ലേ? എയുടെ റേഷ്യോ 7 അല്ലേ? അപ്പം 7 റേഷ്യോ വരുന്നതാണ് എയുടെ പ്രസന്റ് വാല്യൂ. എന്ന് വെച്ചാൽ ആൻസർ ഓപ്ഷനിൽ 7 റേഷ്യോ വരുന്ന അല്ലെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന എന്തൊക്കെ ഉണ്ടോ അതായിരിക്കും ആൻസർ എന്ന് നോക്കിയ ആൻസർ ആയി. കാരണം എന്താ? എയുടെ ആക്ച്വൽ വാല്യൂന്റെ റേഷ്യോ ആണ് 7 എന്ന് വെച്ചാൽ 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ത്? എയുടെ പെർസെന്റേജ്. അത്ര മനസ്സിലായോ? എങ്കിൽ നോക്കുന്നു 12 7ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 14 7ന്റെ മൾട്ടിപ്പിൾ ആണോ? ആണ്. 18 7ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 15 7ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 28 7ന്റെ മൾട്ടിപ്പിൾ ആണോ? ആണ്. അപ്പൊ അതിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. 28 14 ഏത് ഒന്നാണ്. അതിൽ ഇതിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നമുക്ക് നിർത്താം. വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ ജസ്റ്റ് ആ ഒരു കാര്യം ഓർത്താൽ മതി. എയുടെ പ്രസന്റ് വാല്യൂ ആണ് വേണ്ടത്. എയുടെ പ്രസന്റ് വാല്യൂന്റെ റേഷ്യോ 7 ആണെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന എന്തോ ഒരു വാല്യൂ ആയിരിക്കും കറക്റ്റ് കണ്ടുപിടിക്കപ്പെടേണ്ടത്. നമ്മൾ വേറെ ഒന്നും നോക്കണ്ട. അപ്പൊ 14 വരാം, 28 വരാം. ഇനി എങ്ങനെ കൺഫേം ചെയ്യാം? കൺഫേം ചെയ്യുന്ന എങ്ങനെയാ? ഇപ്പൊ എ 14 ആണെങ്കിലോ എ 28 ആണെങ്കിലോ എന്തായിരിക്കും അടുത്ത കണ്ടീഷൻ നോക്കാം. അപ്പൊ പെർസെന്റേജ് ഒന്നുകിൽ 14 വരാം അല്ലെങ്കിൽ 28 വരാം. ഇനി വീണ്ടും പറയുന്നത് ആഫ്റ്റർ 5 years. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. ആഫ്റ്റർ 5 years എയുടെ റേഷ്യോ എന്തായി മാറും? ഒരു 5 വർഷം കഴിഞ്ഞാൽ എയുടെ റേഷ്യോ 11ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരണം. പ്രസന്റ് 7ന്റെ മൾട്ടിപ്പിൾ ആയിരുന്നു. 5 വർഷം കഴിഞ്ഞാൽ അത് 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 5 വർഷം കഴിയുമ്പോൾ 11ന്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ നമ്മൾ നോക്കുന്നു പെർസെന്റേജ് 14 ആണെങ്കിൽ 14 + 5 എത്ര കിട്ടി? 19 ആയി. ഈ 19 എന്ന് പറയുന്നത് 11ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പൊ ഇതുമല്ല. ഇനി അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയെങ്കിൽ 28 കറക്റ്റ് ആണെന്ന് നോക്കാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. 28 ആണ് എന്നിരിക്കട്ടെ പെർസെന്റേജ്. ആഫ്റ്റർ 5 years ഒരു 5 years കൂടി കഴിയുമ്പോൾ ആ കിട്ടുന്ന ഏജ് എന്ന് പറയുന്നത് ഒരു 11ന്റെ മൾട്ടിപ്പിൾ ആണോ? അപ്പോൾ കിട്ടുന്നത് 11ന്റെ മൾട്ടിപ്പിൾ ആണോ? ആണ്. 11ന്റെ മൾട്ടിപ്പിൾ ആണ്. എങ്കിൽ ഉറപ്പായിട്ടും എയുടെ പെർസെന്റേജ് എത്രയായിരിക്കും? 28 ആയിരിക്കും. വേറെ ഒന്നും ഇക്വേഷൻ വെച്ചൊന്നും കണ്ടുപിടിക്കണ്ട. അപ്പൊ നിങ്ങൾ ഇത്രയും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അതേ കണക്ക് മറ്റേ എ ഡി മൈനസ് ബി സി ഒക്കെ വെച്ച് പെട്ടെന്ന് കിട്ടുമല്ലോ എന്നൊക്കെ. പക്ഷെ ഈ പറയുന്ന ഞാനീ പറഞ്ഞ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ടാണ് ഞാൻ ഈ പേപ്പറിലൊക്കെ എഴുതി കാണിച്ചത്. നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ 7ന്റെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ പെർസെന്റേജ് ഓഫ് എ വേണ്ടുന്ന 7ന്റെ മൾട്ടിപ്പിൾ ഉണ്ടെന്ന് നോക്കുക. മിക്കവാറും ക്വസ്റ്റിനകത്ത് ഒരെണ്ണേ കാണത്തുള്ളൂ. അത് കുത്തിയ ആൻസർ ആയി. ഇൻ കേസ് അങ്ങനെ ആയില്ലെങ്കിൽ എന്ത് ചെയ്യാം? എയുടെ അടുത്ത മൾട്ടിപ്പിൾ ഇത് നോക്കുക. അത് എത്ര വർഷത്തിന് മുമ്പ് എത്ര വർഷം ശേഷം നോക്കുക. അതിന്റെ മൾട്ടിപ്പിൾ കിട്ടുന്നത് നോക്കുക. ഇതിന്റെ പെർസെന്റേജ് എടുക്കുന്ന വാല്യൂ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. നമ്മൾ തല പോയിക്കോ ക്വസ്റ്റ്യൻ ചെയ്യുകയോ ഒന്നും വേണ്ട. ഇക്വേഷൻ പഠിക്കുക ഒന്നും വേണ്ട. അപ്പൊ ഇങ്ങനെയും കുറച്ച് മെത്തേഡ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ആയിരുന്നു: if 12 women complete a work in 64 days, in how many days will 16 women complete 2/3 of that work? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ M&D1 ക്വസ്റ്റ്യൻ. നമുക്ക് ടൈം വർക്ക് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്തായാലും പറഞ്ഞാൽ 12 women complete a piece of work in 64 days. ഒരു പർട്ടിക്കുലർ വർക്ക് ഞാൻ 1 by 1 എടുത്തു. ഒരു 1 വർക്ക് എന്ന് എടുത്താലും മതി. ഫ്രാക്ഷൻ ആദ്യം എങ്ങനെ എടുത്തു നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഇനി പറയുന്നത് ഹൗ മെനി ഡേയ്സ്, എത്ര ഡേയ്സ് വർക്ക് ചെയ്താൽ
16 വുമണിന് 2/3 ഓഫ് ദാറ്റ് വർക്ക് എന്നുവെച്ചാൽ എത്രയും ടോട്ടൽ വർക്ക് അതിന്റെ 2/3 വർക്കാണ് ഈ തീർക്കാനുള്ളത്. ഈ ഒരു ഫ്രാക്ഷൻ ഡൗട്ട് വരാതിരിക്കാൻ ഇങ്ങനെ എടുത്തത്. എങ്കിൽ ഇത് ആൻസർ അത്ര ഇട്ട് നോക്കി നമുക്ക് ഡിയുടെ ആണ് ആൻസർ വേണ്ടത്. ഇവിടെ നോക്കി A/2/3 അല്ല, ഈ 2/3 ഒരു പർട്ടിക്കുലർ നമ്പർ ആണ്. എങ്ങനെയാണ് മൊത്തത്തിൽ എന്ത് ചെയ്യണം ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം, അല്ലാതെ 3/2 എടുത്ത് വെക്കരുത് ഇവിടെ. കാരണം ഇവിടെ 2/3 ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ 3/2 ആവും. ഇത് ഡിനോമിനേറ്ററിലാണ് 2/3, അതുകൊണ്ട് തന്നെ 2/3 നേരെ എങ്ങനെയൊക്കെ വരണം. 2/3 ഇൻറ്റു 12 ഇൻറ്റു 64 ഡിവൈഡ് ബൈ ഇവിടെ എത്ര ഉണ്ടായിരുന്നു, ഒരു 16 ഉണ്ടായിരുന്നു. അതും കൂടി വരുമ്പോൾ നമുക്ക് റിക്വയർഡ് ഡേയ്സ് കിട്ടും. എത്രയാണ് നോക്കി, 3 പോകും 4 ടൈംസ്, 4 16 പോകും 4 ടൈംസ്, 4 64 പോകും 16 ഇൻറ്റു 2 എത്ര കിട്ടും, 32. അപ്പൊ 32 ഡേയ്സ് ആയിരിക്കും നമ്മുടെ റിക്വയർഡ് ഡേയ്സ്. ആൻസർ കിട്ടും 32 ഡേയ്സ്, ഓപ്ഷൻ ബി. അപ്പൊ ഇതിനകത്ത് വേറൊന്നും ചെയ്യുന്നില്ല. എന്തായാലും M1D1/W1 = M2D2/W2. ഇവിടെ W2 ഒരു ഫ്രാക്ഷൻ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അതേ ഫ്രാക്ഷൻ ആയിട്ട് എന്ത് ചെയ്യാം, അതുപോലെ ഇവിടെ മൾട്ടിപ്പിൾ ചെയ്യാം. അല്ലാതെ ഇവിടെ 2/3 ആണ്, അപ്പൊ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം. അവിടെ 3/2 ആണെന്ന് വിചാരിക്കരുത്. ഇവിടെ എയുടെ ബൈ ആണിതെങ്കിൽ അതേ ബൈ തന്നെ എന്ത് ചെയ്യുക, ആ ഒരു പോർഷൻ, അതേ ഒരു പോർഷൻ അത് ഫുള്ളോടെ എടുത്ത് എന്ത് ചെയ്യാം, ഇപ്പുറത്ത് കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുക. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വേറെ ക്വസ്റ്റ്യൻ ആയിരുന്നു, അറ്റ് പ്രസന്റ് P is 4 years elder than Q. If after 2 years the ratio of the age of P and Q will be 5:4, then what will be the ages of Q after 2 years? ഇതും വേറൊരു എന്താണ്, ഏജസിന്റെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരുടെ ക്വസ്റ്റ്യൻ പറയുന്നത്, അറ്റ് പ്രസന്റ് P is 4 years elder than Q. പ്രസന്റ് ഏജിൽ പിയും ക്യൂവും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 4 years ആണെന്നറിയാം. അറ്റ് പ്രസന്റ് P is 4 years elder than Q. അപ്പൊ പ്രസന്റ് ഏജിൽ ഇവരുടെ ഡിഫറൻസ് 4 ആണെങ്കിൽ ഏത് കാലഘട്ടത്തിൽ ഇവരുടെ ഡിഫറൻസ് എന്ത് തന്നെയാണ്, 4 തന്നെയാണ്. അതൊക്കെ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും, സെയിം തന്നെയായിരിക്കും. ഇനി പറയുന്നു ആഫ്റ്റർ 2 years, 2 വർഷം കഴിഞ്ഞാൽ ദ റേഷ്യോ ഓഫ് ദെയർ ഏജസ് വിൽ ബി 5:4. എന്നുവെച്ചാൽ പിയുടെയും ക്യൂവിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് 5ഉം 4ഉം ആണ്. എങ്കിൽ ആക്ച്വലി 5x ഉം 4x ഉം ആയിരിക്കും. എങ്കിൽ അതിന്റെ ഡിഫറൻസ് എത്രയായിരിക്കും, നമുക്കറിയാം 4 തന്നെയായിരിക്കും. എപ്പോൾ അവരുടെ ഡിഫറൻസ് എടുത്താലും എന്തായിരിക്കും, 4 തന്നെയായിരിക്കും. എങ്കിൽ എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര തന്നെ കിട്ടും, 4 തന്നെ കിട്ടും. എങ്കിൽ then what will be the age of Q after 2 years? നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആഫ്റ്റർ 2 years അവർ റേഷ്യോ എത്രയായിരുന്നു, 5:4 ആണ്. എങ്കിൽ 4x വാല്യൂ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. കാരണം ആഫ്റ്റർ 2 yearsലുള്ള ക്യൂവിന്റെ വാല്യൂ ആണ് 4x. ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ 4x എത്രയാ, 4 ഇൻറ്റു എക്സിന്റെ വാല്യൂ 4 എത്ര കിട്ടും, 16 years കിട്ടും. അപ്പൊ 16 years ആയിരിക്കും കറക്റ്റ് ആൻസർ. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അത്രയും നമുക്ക് എഫോർട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഇതിന് ആൻസർ കിട്ടും. നമുക്ക് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് അടുത്ത ദിവസം കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. ശരി, ബൈ.